ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു തലശ്ശേരി ദം ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. കഴിച്ചവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനതൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ഞാനത് 2 കിലോ ചിക്കൻ വാങ്ങി നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിന് 5 വലിയ ഉള്ളി നല്ല സ്ലൈസായിട്ട് കനല്ലാതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലിലാണ് ഞാൻ ഫ്രൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും നെയ്യും പാടായിട്ട് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ വെറും നെയ്യിലാണെങ്കിലും ഫ്രൈ ചെയ്യാം. നെയ്യിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് വെറും ഓയിലിലാണ് ഫ്രൈ ചെയ്യുന്നത്. ചട്ടി വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് അത് എന്നിട്ടൊരു ചൂടായതിന് ശേഷം പിന്നെ ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ അരിഞ്ഞ് വെച്ച ഉള്ളിയിൽ നിന്ന് ഞാൻ പകുതിയല്ല 3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ കളറാകുമ്പോൾ നമ്മളിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. കോരിയെടുത്തതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് വിടർത്തിയിട്ട് കൊടുക്കുക. വിടർത്തിയിട്ടില്ല പറഞ്ഞാൽ അതങ്ങനെ കട്ട പിടിക്കും. ഇങ്ങനെ വിടർത്തിയിട്ടുണ്ട് പറഞ്ഞാൽ ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇതിന് ബിസ്ത എന്നാണ് പറയുക, ഉള്ളി വറുക്കണതിന്. വെപ്പുകാരൊക്കെ അങ്ങനെ പറയും, ബിസ്ത. ഇത് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ട് വറുക്കണം. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരി എടുത്ത് വെക്കാം, മാറ്റി വെക്കാം. ഒരുപാട് ഗോൾഡ് ബ്രൗൺ കളറാകുന്നവരെ എണ്ണയിൽ വെക്കരുത്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള പരുവാകുമ്പോൾ നമ്മളത് കോരി വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ. കരിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി എടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുക്കുമ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വറുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിയും വറുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല വേണം. അതിന് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കായും ഈ ജാതിക്ക തേക്കാൻ മുഴുവനൊന്നും എടുക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുക്കണുള്ളൂ. പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ കറാമ്പ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇതാണ് 1/2 ടീസ്പൂൺ. പിന്നെ ചെറിയൊരു പട്ട എടുത്തിട്ട് 2-3 തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജാതിപത്രി ഒരു തുണ്ട് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ സാജീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. 1 മുളക് എടുത്തിട്ടുണ്ട്. 1 തക്കോലം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വെള്ള കസുകസ് ഉണ്ടെങ്കിൽ ഇതിലൊരു 1/2 ടീസ്പൂണും കൂടി കൂട്ടിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതാണ് ഈ ബിരിയാണിയിലേക്കുള്ള മസാല. ഞാനിപ്പോൾ ഇതിലേക്ക് കസുകസ് ഇൻ്റെത്തില്ല, അപ്പോൾ ഞാൻ കസുകസ് ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് അത് വറക്കണമെന്ന് പൊടിക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പാടെ നല്ലപോലെ തൊലിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് എടുക്കുക. ഞാനിപ്പോൾ തൊലിക്കണമെന്നും ചതക്കണമെന്നും കാണിക്കണ്ട, അതൊക്കെ നമുക്ക് തൊലിച്ച് ചതച്ചിട്ട് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് മസാല ഉണ്ടാക്കാനാണ് പോകുന്നത്. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം അടുപ്പ് കത്തിച്ച് പിന്നെ ചട്ടി ചൂടാണതിൻ്റെ മുമ്പ് തന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് പിന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഞാൻ 3 വലിയ ഉള്ളി നല്ലപോലെ, ഇത് നല്ല കനല്ലാണ്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. 3 വലിയ ഉള്ളി ഞാൻ അരിഞ്ഞത് ഇട്ടിട്ട് അതൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമ്മൾ ഇതാണ് കേട്ടോ ഞാൻ അരച്ച് വെച്ച മസാലയിൽ നിന്ന് നിങ്ങൾ ഇടികല്ലുണ്ടെങ്കിൽ ചതച്ചെടുക്കുക. അമ്മിയോ ഇടികല്ലൊക്കെ ഉണ്ടെങ്കിൽ ചതച്ചെടുക്കുക. അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വിടുമ്പോൾ തന്നെ അത് അങ്ങനെ അരിഞ്ഞു പോയി. ഞാൻ 1.5 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ മസാലയും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ പച്ചമണം നല്ലപോലെ പോയതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇട്ട പൊടികളുടെയും മണം നല്ലപോലെ മാറി കിട്ടണം കേട്ടോ. നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണിത്. അതിൻ്റെ പൊടിൻ്റെ പച്ചമണം നല്ലപോലെ പോയതിന് ശേഷം കഴുകി വാര വെച്ചിരുന്ന ചിക്കനാണിത്. 2 കിലോ ചിക്കനാണ്. ഇത് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഈ മസാലയിലും എണ്ണയിലും പാടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ കേട്ടോ. അപ്പോഴാണ് ഈ ചിക്കൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഉണ്ടാകുക, ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അത് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും നിങ്ങളുടെ ഫോണിൽ കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ അത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു കൈപ്പിടി മുഴുവനായിട്ട് മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയില എടുത്തതിൻ്റെ പകുതി ഞാൻ പുതിനയില ഇട്ടിട്ടുണ്ട്. അത് രണ്ടും ഇട്ടതിന് ശേഷം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈരാണ് ഒഴിച്ചേക്കുന്നത്. യോഗട്ട് തൈര് കേട് എന്നൊക്കെ പറയുക, അതാണ്. തൈര് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലപോലെ തിള വരും. നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളമൊന്നും ഒഴിക്കണില്ല. അപ്പോൾ ഈ തിള വരുന്ന സമയത്ത് നമ്മളിത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. അതവിടെ ഇരുന്ന് 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരി ഒന്ന് കഴുകി കുതിരാൻ വെക്കുക. ഞാനിതിലേക്ക് 4 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പ് പണ്ടത്തെ നാഴിയാണ്. ഇത് ഒരു 1/4 കിലോനാണ്. 250 ml ആണ് ഇതിൻ്റെ അളവ്. അത് ഞാൻ അവിടെ അരി കഴുകി കുതിരാൻ വേണ്ടി 30 മിനിറ്റ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ജീരകശാല അരി തന്നെ എടുക്കുക ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും മണം ഉണ്ടാകുക. ബസ്മതി അരി ആയിട്ട് ഉണ്ടാക്കി അത്ര വല്ലാത്ത ടേസ്റ്റൊന്നും കിട്ടില്ല. പിന്നെ ഞാൻ അവിടെ അരി കഴുകി കുതിരാനിട്ട സമയത്ത് ഇതാ ചിക്കനും തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പകുതി വേവായതിൻ്റെ ശേഷം ഞാനിതാ നമ്മൾ കണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമ്മൾ ചട്ടിയിൽ നിന്ന് തന്നെ ഈ കളറായിട്ട് എടുത്തുകൊണ്ട് വന്നാൽ നമ്മൾ എടുത്ത് വെക്കുമ്പോഴേക്കും അത് നല്ലപോലെ കരിഞ്ഞ പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്ന അതേ പരുവത്തിൽ തന്നെ കോരി എടുക്കുക. എന്നിട്ട് നമ്മൾ കോരി വെച്ച ഈ ഉള്ളിയിൽ നിന്ന് 1/4 ഭാഗം ഞാൻ ഈ ഇറച്ചിയിലേക്ക് ഇടുന്നുണ്ട്, മസാലയിലേക്ക് ഇടുന്നുണ്ട്. ഇതും കൂടി ഇടുമ്പോഴാണ് തലശ്ശേരി ബിരിയാണിൻ്റെ ടേസ്റ്റ് കേട്ടോ. 1/4 ഭാഗവും ഞാൻ ഇട്ടിട്ട് അതിന് നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. കാരണം ആരും മറന്നുക്കരുത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. ഇതന്നെ ഞാൻ അധികം ഉണ്ടാക്കും. എൻ്റെ മക്കൾക്കൊക്കെ ഇതാണ് ഇഷ്ടം. പിന്നെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഞാൻ 1 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം ഇതിലേക്ക് തക്കാളി ഇട്ടിട്ടില്ല. ഇനി ഇതൊന്നും കൂടി ഒന്ന് വെള്ളം വറ്റട്ടെ കേട്ടോ. വെള്ളം വറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 2 തക്കാളി കനലാണ്ട് മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. തക്കാളി ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോഴാണ് നമുക്ക് തക്കാളി ഒരുപാട് ഇങ്ങനെ ഉടയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ്റെ ഒപ്പം ഇടേണ്ട ആവശ്യമില്ല. ഇതേ സമയത്ത് ഇട്ടാൽ മതി. ലാസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളി നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. 2 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുള്ളൂ. നമ്മൾ കനലാണ്ട് അരിഞ്ഞിട്ടിട്ടാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം അതിലിരുന്നോട്ടെ. ഇനി അത് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ദമ്മിടാനുള്ള ഈ മസാല റെഡിയായി. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വെക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കണത്. അതിൽ ഞാനതൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ഉള്ളി നല്ലപോലെ കനലാണ്ട് അരിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ ആദ്യം തന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇടാം. ഞാൻ അങ്ങനെയല്ല. ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം ഉള്ളി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അതിലേക്കാണ് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച മസാലയിലേക്ക് മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന് 1 ടേബിൾ സ്പൂൺ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരി. അതിലേക്ക് ഞാൻ 6 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നോർമൽ വാട്ടർ തന്നെയാണ്, അല്ലാണ്ട് തിളപ്പിച്ച വെള്ളമൊന്നുമല്ല. വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളിത് മൂടി വെക്കുക. മൂടി വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലപോലെ തിളച്ച് കിട്ടും. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും അരിയൊക്കെ നല്ലപോലെ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അരി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വെള്ളം വാർന്ന അരിയാണ് ഇപ്പോൾ ഞാനിത് ഈ വെള്ളത്തിലേക്ക് ഇടുന്നത്. ഒരു പൊട്ട് വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇടുന്ന അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ചോറ് വേവ് അധികമാവും. വേവ് അധികമായാൽ ചോറ് നല്ല കുഴഞ്ഞ് ഒട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ ബിരിയാണി കഴിക്കാൻ അത്ര വല്ലാത്തൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല.
ഇപ്പോൾ ഇതാ 3 മിനിറ്റ് ഞാൻ അരി കൊട്ടിയതിന് ശേഷം അടച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴൊക്കെ. എന്നിട്ട് ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ഇട്ട അരി നല്ലപോലെ തിളച്ച് കിട്ടും. തിളച്ചതിന് ശേഷം തുറന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അലുമിനിയം പാത്രമാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി തീരെ ആവി പോകാത്ത പുറത്ത് പോകാത്ത ഒരു പ്ലേറ്റും കൊണ്ടാണ് മൂടിയിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം കൂടി ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അലുമിനിയം പാത്രമാണ്, അപ്പോൾ അതിൻ്റെ അടിയിൽ പിടിക്കണ്ടാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഇളക്കിയിട്ടുണ്ടായിരുന്നു. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ അടിയിൽ പിടിക്കുന്നുള്ള പേടിയൊന്നുമില്ല, അപ്പോൾ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം ഇളക്കിയത് കാണിച്ചിട്ടില്ല, വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഒരു 7 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനത് നല്ലപോലെ ഇളക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ദം ഇടുമ്പോൾ ചോറും നമ്മുടെ മസാലയും ഒരേപോലത്തെ ചൂട് വേണം കേട്ടോ. നമ്മൾ ആദ്യം മസാല നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനിത് അടുപ്പിൽ വെച്ച് ഒന്നും കൂടി ചൂടാക്കുന്നുണ്ട്. ഒന്നും ചൂടാക്കിയതിന് ശേഷം അപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും വെന്തിട്ടുണ്ട്, മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. ഇത് ഞാൻ സ്ഥിരം ദമ്മിടുന്ന ഒരു ചട്ടിയാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഈ ഒരു ചട്ടി തന്നെ കാണുന്നുണ്ടാകുക. നമ്മൾ ദമ്മിടുന്ന ചട്ടീൻ്റെ അടിയിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ വേണമെങ്കിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഇടുക. ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് നല്ലപോലെ നിരത്തി കൊടുക്കുക. നിരത്തി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറിന് പകുതി ഭാഗം ഞാനതിൻ്റെ മസാലേൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മസാലേൻ്റെ മേലെ വേണമെങ്കിൽ മല്ലിയ പുതിന ഇലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ഇട്ടിട്ടില്ല, ഞാൻ കൂട്ടാനിൽ തന്നെ മസാലയിൽ തന്നെ നിറയെ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ചോറ് ഇട്ടതിന് ശേഷം നല്ലപോലെ നിരത്തി ഒപ്പാക്കി കൊടുക്കും. ഒപ്പാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില, പുതിന ഇല, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത്, ഉള്ളി വറുത്തത് എല്ലാം ഇടുക കേട്ടോ. ഉള്ളി വറുത്തത് ഇട്ടത് വീഡിയോയിൽ പെട്ടില്ല. ഇതെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ ഞാനതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഇപ്പോൾ അത്ര വല്ലാത്ത നല്ലതൊന്നുമല്ല, എന്നാലും നല്ല കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റോടു കൂടി കഴിക്കാമല്ലോ. നമ്മൾ എപ്പോഴൊന്നും ബിരിയാണി ഉണ്ടാക്കില്ലല്ലോ, ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു റിച്ചായിട്ട് കഴിക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗരം മസാലയെന്ന് ഒരു ലേശം വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇട്ടതിന് ശേഷം നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ചോറ് ഞാൻ അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. കഴിച്ചവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം പറഞ്ഞ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ ചോറ് ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് മല്ലിയില, പുതിനയില ഇട്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട്, ഉള്ളി വറുത്തതിട്ട്, അതിന് ശേഷം കുറച്ച് പാലിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയതിന് ശേഷം 1 ടീസ്പൂണ് റോസ് വാട്ടർ ഒഴിക്കുക. റോസ് വാട്ടറാണ് കേട്ടോ പിന്നെ തലശ്ശേരി ദം ബിരിയാണിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം. അത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ കലക്കിയതിന് ശേഷം ചോറിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് കളറൊന്നും ഒഴിക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കളർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് റോസ് വാട്ടറിൽ കളറ് ചേർത്തിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കളറൊന്നും ചേർത്തണില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കണതല്ലേ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏത് ഫുഡിലും ഞാൻ കളറൊന്നും ഒഴിക്കലില്ല കേട്ടോ. പിന്നെ 20 മിനിറ്റ് ദം ചെയ്യുക. അടി കട്ടിയുള്ള ഒരു ദോശക്കല്ല് എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ദം ചെയ്യണ ചട്ടി അതിൻ്റെ മേലെ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് നേരിട്ട് തന്നെ ദം ചെയ്യണത്. പിന്നെ എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. സഹിക്കാൻ പറ്റാത്ത മണം, അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. എന്നിട്ട് തുറന്നതിന് ശേഷം നമ്മൾ മേലത്തെ ചോറ് ഇതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒരു പാത്രത്തിലേക്ക് കോരിയിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യുക. നമ്മൾ വിളമ്പണത് അടിയിലായിരിക്കും ഇതിൻ്റെ ഇറച്ചി മുഴുവനും. അപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് ചോറ് മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം ഇറച്ചി ആദ്യം വിളമ്പുക. ഞാനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് വിളമ്പുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് സാധാ കഴിക്കുന്ന പാത്രത്തിലാണെങ്കിലും വിളമ്പിയാൽ മതി. ഇറച്ചി നടുവിലിട്ടിട്ട് അതിൻ്റെ 4 പുറം മേൽഭാഗത്ത് ചോറ് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഉള്ളി വറുത്തതോ മല്ലിയില ഒക്കെ ഇട്ടിട്ട് നല്ല ഡെക്കറേഷൻ ചെയ്ത് അടിപൊളിയാണ്. വിരുന്നുകാരൊക്കെ ഇങ്ങനെ ഇട്ടു. അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ്. ഒരിക്കലേലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അതെങ്ങനെയാണ് ഇത് വിളമ്പുക കേട്ടോ. വിളമ്പിയതിന് ശേഷം നല്ലപോലെ അമർത്തി ഒതുക്കി കൊടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കഴിക്കണ പാത്രത്തിലേക്ക് ഇതിനെ കൊട്ടുക. നല്ല ചൂടാണ് കേട്ടോ. അപ്പം എൻ്റെ കൈ പൊള്ളിയപ്പോൾ ഞാൻ അവിടെ വെച്ചതാണ്. ഇങ്ങനെയാണ് ഇത് വിളമ്പുക. എന്നിട്ട് ഇതിൻ്റെ മേലെ പിന്നെ നമുക്കിനി കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. വെള്ളയും മസാലയുള്ള ചോറും വെള്ളച്ചോറും ഒക്കെ പാടായിട്ട് കൂട്ടിയിട്ട് കൊടുക്കുക. ഇത്ര നേരം വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്
കഴിക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.